എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 11-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, യൂറോപ്യൻ യൂണിയന്റെ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം. യൂറോപ്യൻ യൂണിയന്റെ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം ഏതായിരുന്നു? 2023 ആയിരുന്നു. ഏതായിരുന്നു? 2023. നമ്മൾ ആ ചൂടുള്ള വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുണ്ട്, പ്രശ്നമില്ല, ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള എത്രാമത്തെ രാജ്യം? രണ്ടാമത്തെ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഇന്ത്യയാണ്. ഓർത്തിരിക്കുക. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇത്, ഇന്ത്യ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഞാൻ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണിത്. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടവർക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, 2024 ജനുവരി 11-ന് 215-ാം വാർഷികം ആചരിക്കുന്ന ചരിത്ര സംഭവം ഏതെന്നായിരുന്നു ചോദ്യം. ഉത്തരം ഏതാണ്? കുണ്ടറ വിളംബരം. 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം നടന്നത്. ഇത് നടത്തിയതാരാണ്? വേലുത്തമ്പി ദളവയാണ്. ഓക്കെ, അദ്ദേഹം മരണപ്പെട്ട സ്ഥലം ഏതാണ്? മണ്ണടിയാണ്. ഇനി മണ്ണടി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. ഇനി അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? തിരുവിതാംകൂറിലെ തലക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ വാള് സൂക്ഷിച്ചിരിക്കുന്നത്, നമ്മുടെ കുണ്ടറ വിളംബരം നടത്തിയ വേലുത്തമ്പി ദളവയുടെ വാള് സൂക്ഷിച്ചിരിക്കുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? നേപ്പിയർ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഇതേ വർഷം തന്നെയാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചതും. 1809-ലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചതും. അതുകൂടെ ഓർത്തിരുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. 2024 ജനുവരി 11-നാണ് 215-ാം വാർഷികം ആചരിക്കുന്ന ചരിത്ര സംഭവം ഏത്? കുണ്ടറ വിളംബരം. ഇത് നടന്നത് 1809 ജനുവരി 11-നാണ്. നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? തിരുവിതാംകൂറിലെ തലക്കുളം. മരിച്ചത് പത്തനംതിട്ടയിലെ മണ്ണടി. വാള് സൂക്ഷിച്ചിരിക്കുന്ന തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിലുമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കൂടെ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് എന്ത് ഓർത്തിരിക്കുക? വൈകുണ്ഠസ്വാമികൾ ജനിച്ച വർഷവും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? രാജ്യത്തെ സർക്കാരിന് കീഴിലുള്ള ആദ്യ OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ്. ഏതാണ്? സി സ്പേസ്. ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ രണ്ടാമത് പുരസ്കാരത്തിന് അർഹനായത്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ രണ്ടാമത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ പുനലൂർ സോമരാജനാണ്. ഡോക്ടർ പുനലൂർ സോമരാജനാണ്. ഓക്കെ, കേരള നവോത്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഓർത്തിരിക്കുക. നമ്മുടെ 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചാണ് പറയുന്നത്. കണ്ടിരിക്കുക. ചരിത്രം അടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ആറാമത്തെ ചോദ്യം, ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസറിന്റെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ള 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസറിന്റെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ള 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഏത് രാജ്യമാണ്? ദുബായ് ആണ്. എവിടെയാണ്? ദുബായ്. രണ്ടാം സ്ഥാനം കിട്ടിയത് ബാലിക്കാണ്. മൂന്നാം സ്ഥാനം ലണ്ടനാണ്. നാലാം സ്ഥാനം ഹാനോയ്ക്കാണ്. ബാലി 2, ലണ്ടൻ 3, ഹാനോയ് 4. ഓർത്തിരിക്കുക. നമുക്ക് നമ്മുടെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യം, ചാന്ദ്ര പര്യവേഷണത്തിനായി പെരിഗ്രീൻ ബഹിരാകാശ പേടകം വിക്ഷേപിച്ച രാജ്യം. ചാന്ദ്ര പര്യവേഷണത്തിനായി പെരിഗ്രീൻ ബഹിരാകാശ പേടകം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? USA ആണ്. സാങ്കേതിക തകരാറുകൾ കാരണം ഈ മിഷൻ എന്തായി? ഫെയിൽ ആവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാം. പെരിഗ്രീൻ എന്ന ബഹിരാകാശ പേടകം വിക്ഷേപിച്ച രാജ്യം USA ആണോ, അല്ലെങ്കിൽ USA ആണെന്നൊരു സ്റ്റേറ്റ്മെന്റ് വരും. ദെൻ ഇത് ചന്ദ്ര പര്യവേഷണത്തിനായിട്ട് വിക്ഷേപിച്ചതാണ്. ഈ മിഷൻ സക്സസ് ആണ്. 3 ക്വസ്റ്റ്യൻസ് വരും, 3 ഓപ്ഷൻസ് വരും. ഇതിൽ തെറ്റായത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞ ഏതാണ്? മൂന്നാമത്തെയാണ്. ഓക്കെ, ഇത് സക്സസ് അല്ല, ഫെയിലിയർ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെയുള്ള രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. കൃത്യമായിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്തു. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് നമ്മുടെ എട്ടാമത്തെ ചോദ്യം, വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. ഏത് ജില്ലയിലാണ്?
കോട്ടയം ജില്ലയിലാണ്. ഓക്കെ, ഇനി റോബോട്ടിന്റെ പേരെന്താ? എലീന. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, എലീന എലിക്കുളത്ത്. സിമ്പിൾ അല്ലേ? അപ്പൊ എലീന എന്താണ്? റോബോട്ട്. എവിടെയാണ് ആദ്യമായിട്ട് വന്നത്? എലിക്കുളത്ത്. അത് എലിക്കുളത്തെ ഗ്രാമപഞ്ചായത്തിലാണ് ഈ റോബോട്ട് ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം. നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ക്വസ്റ്റ്യൻ? 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരം. നമ്മൾ നേരത്തെ തിരുവനന്തപുരത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? വേലുത്തമ്പി ദളവ ജനിച്ചത് തിരുവിതാംകൂറിലാണ്, തിരുവനന്തപുരം ജില്ലയ്ക്കടുത്താണത്. ഓക്കെ, ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയുടെ അടുത്താണ് അവിടെ. പിന്നെ അദ്ദേഹത്തിന്റെ വാള് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? നേപ്പിയർ മ്യൂസിയത്തിലാണ്. അതെവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഓർത്തിരിക്കുക. നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. നമുക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വീഡിയോസിനും അപ്ഡേറ്റ്സിനും ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.